നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 80 പേരുമായി പറന്ന വിമാനം കാറ്റിലും മഞ്ഞിലും കീഴ്മേൽ മറിഞ്ഞ് ലാൻഡ് ചെയ്ത ഉടൻ തന്നെ കത്തി നശിച്ചുവെന്ന വാർത്ത പുറത്തുവരികയാണ്. അപകടത്തിൽ പരിക്കേറ്റ 15ഓളം യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെ നില ഗുരുതരമാണെങ്കിലും അപകടത്തിൽപ്പെട്ട ഭൂരിപക്ഷം യാത്രക്കാരും കൂളായി പുറത്തിറങ്ങി സെൽഫി എടുക്കുകയും ചെയ്തു. ഡെൽറ്റ എയർലൈൻസിന്റെ വിമാനമാണ് തിങ്കളാഴ്ച അത്ഭുതകരമായി അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് 76 യാത്രക്കാരും 4 ക്രൂ മെമ്പേഴ്സുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പിഎൽ റീജിയണൽ പാരാമെഡിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു കുട്ടിയടക്കം 15 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ലാൻഡ് ചെയ്ത സമയത്ത് പ്ലെയിൻ തെന്നിമാറി എന്നാണ് റിപ്പോർട്ട്. എന്നാൽ അപകടത്തിൽപ്പെട്ട ഭൂരിഭാഗം പേരും പരിക്കുകളൊന്നും തന്നെ കൂടാതെ രക്ഷപ്പെട്ടു എന്ന ആശ്വാസ വാർത്തയുമുണ്ട്. അപകടത്തിന്റെ ഒരു തോത് വർദ്ധിച്ചതിനാൽ തന്നെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും വിമാന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ ടൊർണാഡോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന വിമാന അപകടത്തിൽ ചുരുങ്ങിയത് 15 പേരെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് റിപ്പോർട്ട്. ഡെൽറ്റയുടെ 4819 വിമാന അപകടത്തിൽ പെടുവാൻ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഇന്നലെ ഉച്ച മുതൽ ടൊർണാഡോയിൽ അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. മണിക്കൂറിൽ 40 മൈൽ വരെ വേഗതയിലായിരുന്നു കാറ്റ് ആഞ്ഞടിച്ചിരുന്നത്. പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിച്ചവരിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരുടെ നില ഗുരുതരമാണ്. ശക്തമായ കാറ്റിൽ വിമാനം ആടിയുലഞ്ഞതാവാം അപകട കാരണമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. യാത്രക്കാരുടെ അനുഭവവും ഇത്തരമൊരു സാധ്യത എന്നാണ് ശരിവെക്കുന്നത്. അതുപോലെ തന്നെ ബോംബർഡിയർ CR900 വിമാനം എൻഡവർ എയർ എന്ന ഒരു പ്രാദേശിക വിമാന കമ്പനിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മിനപ്പോലീസ് ആസ്ഥാനമായുള്ള ഡെൽറ്റ എയർലൈൻസിന്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് ഇത്. 76കാരും 4 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്.